ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എന്താ വെച്ചെടുക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോസ് വരെ മഷൂനും കൊച്ചിനും കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും. അപ്പോൾ അതെ, അവർ സേഫാണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. എബ്രുവും ഫൈനാണ് അല്ലേ? എബ്രുവിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഗെറ്റിംഗ് ബെറ്റർ, കുറഞ്ഞിട്ടുണ്ട് പനിയും കാര്യങ്ങളൊക്കെ. മരുന്നൊക്കെ വാങ്ങിച്ച് കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളപ്പോൾ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടുത്തെ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 somethingനാണ് ഫ്ലൈറ്റ്. ചെക്കൗട്ട് ചെയ്തിട്ട് ഗ്രാബ് ബുക്ക് ചെയ്ത് വണ്ടി വന്ന് നമ്മൾ നേരെ ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് നേരെ പോണത് ബാങ്കോക്കിലേക്കാണ്. 3 നൈറ്റ് ബാങ്കോക്ക് നമ്മളുണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ ഡയറക്റ്റ് ബാങ്കോക്കിൽ നിന്നായിരിക്കും നമുക്ക് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ്. അതെ, തീർന്ന് ഇനിയൊരു 2-3 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് വണ്ടി ബുക്ക് ചെയ്ത് വരത്തിട്ട്. ലഗേജ് ഒരുപാടുണ്ട് കേസ്. ഈ ലഗേജ് കൊണ്ടു നടക്കലാണ് എനിക്കുള്ള ടാസ്ക് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, പുള്ളിക്കാരത്തി അവിടുത്തെ മെയിൻ ഒരു സ്റ്റാഫാണ്. നൈസ് ഡീലിങ്സ് ആണ്. അതെ, കപ്പുൺ. അതെ 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 അതെ, പനി. എവിടെ ബ്രോ? ഓടി വീയണ്ട, ഓടി വേണ്ടേ? അതാണ്. ഇന്നലെ അങ്ങനെ ഓടി നടക്കുമോ പുറത്ത് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ബേബിന്റെ അടുത്ത് പറഞ്ഞ വേണ്ട, നമ്മൾ റൂമിലിരിക്കുക. റൂമിലാകുമ്പോൾ അവന് ഫുൾ റെസ്റ്റ്. ഇന്നലെ കിറ്റ് കൊണ്ടിട്ടാണ് അതെ അതെ, അല്ലെങ്കിൽ പനിയായിരുന്നു. ഞാൻ എടുക്കാറായി. നോക്കോളാട്ടോ. നമുക്ക് ഹെവി ലഗേജാണ്. അതുകൊണ്ടിട്ട് ഗ്രാബിൽ നമ്മൾ വലിയ SUV ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് എവിടെ പോയാലും ഇത്ര വലിയ SUV കിട്ടണോണ്ട് രക്ഷപ്പെട്ടു. അത് ബാക്കിൽ വെക്കാം. വണ്ടി കയറിക്കോ, നിങ്ങൾ വണ്ടി കയറിക്കോ. എയർപോർട്ട് എത്തിയിട്ട് നമ്മൾ കുറച്ചധികം നേരം പോസ്റ്റ് ആയല്ലേ. 2:40 ഫ്ലൈറ്റ് ടൈം. കുറച്ച് നേരത്തെ എത്തി. നമ്മള് എത്ര മണിക്ക് എത്തി? ശരിക്കും പറഞ്ഞാൽ 11 മണിക്ക് എത്തി. 11 മണിക്ക് എത്തി. ഇവിടെ നമ്മള് ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം 12:55 ആയിരുന്നു. ഓക്കെ, കുറച്ച് നേരത്തെ വന്ന്. എന്തോ ചിത്രം ലഗേജ് ഒക്കെ ഉള്ളല്ലേ, എനിക്ക് സ്ട്രെസ് അടിക്കാൻ വയ്യ. അതുകൊണ്ട് കുറച്ച് നേരത്തെ വന്ന് എല്ലാത്തിൻ്റെയും കൊണ്ടത് കുത്തിയിരുത്തി. എല്ലാവരും നൂഡിൽസ് അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഏതാണ്ട് നമ്മുടെ ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. ബോർഡിംഗ് ഗേറ്റ് ഏതാണ്ട് ഓപ്പൺ ആകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ബാങ്കോക്ക് കളികൾ. ഒന്നും പറയണ്ട ഗൈസ്, ഇവിടെ ഫുള്ള് കോമഡിയാണ്. ഞങ്ങളിങ്ങനെ ട്രിപ്പിലൊക്കെ വരാൻ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതുപോലെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ പറഞ്ഞേ ഫുള്ള് ചിരിയുമ്പോൾ ഒരുക്കും. സോനുവിന്റെ കുറെ വിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമ്മളിപ്പോ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂല് നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിൽ വന്നിറങ്ങി. സമയം ഒരു 4:30 ആയി. 4:30ക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ഓക്കെ, ഇനി ഇവിടുന്ന് ഗ്രാബ് വിളിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകണം. റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റമദ എന്തോ സംഭവം. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഗ്രാബ് ബുക്ക് ചെയ്യട്ടെ.
എന്താ എന്തെങ്കിലും പറയണ്ട പറഞ്ഞു. നാട്ടിലത്തെ ചോറ് വേണം. എനിക്ക് വയ്യ. അതെ, എല്ലാവർക്കും നാട്ടിലത്തെ ഫുഡ് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഷുവൊക്കെ അവിടുത്തെ നമ്മുടെ നാട്ടിലെ ചോറ് തിന്നാണ്ട് ഭയങ്കര ടയേർഡാകാൻ തുടങ്ങി. തളർച്ചയും ക്ഷീണവും ഭയങ്കരമായിട്ട് ബോഡിയൊക്കെ വീക്കാൻ തുടങ്ങി. ഓക്കെ, എന്താ നാട്ടിലത്തെ ചോറും കറി തിന്നണത്. ഞാൻ വീട്ടിൽ പോയപ്പോ തന്നെ ഉണ്ടാക്കും ചോറ്, ഓർക്കാതെ ചോറും മീൻകറിയും ബീഫും. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബീഫും വാങ്ങിച്ചിട്ട് വന്നിട്ട് നല്ല തീറ്റി. അതായത് നമ്മളൊരു 1 വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മൾ വീട്ടിലെ നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് വായക്ക് എന്താ പോലെ നമ്മൾ നല്ല വേറെ ടൈപ്പ് ഫുഡല്ല നമ്മുടെ. രണ്ടാം തീയതി പോണെന്ന് പറയുമ്പോ തന്നെ അവർക്ക് കരച്ചിലാണ്. അതെ അതെ, ശരിയാണ്. എനിക്കും അല്ലേ വൈബാണ് അവരെ പോലെ. കറങ്ങണം. എബ്രോന് ഭയങ്കര ഇഷ്ടമാണ്. വയ്യാതായുള്ളൂ, അത് ഏത് പിള്ളേർക്കായാലും ഉണ്ടാവും ബുദ്ധിമുട്ട്. എബ്രോ നമ്മുടെ ടീമാണ്. അതായത് അടിക്കാൻ പോയാണ്. നോക്ക് സൂക്ഷിച്ച്. താങ്ക് യു. അയ്യോ, ബസ്സിൽ പിടിച്ചോ കഴിക്കും. ഞങ്ങള് ഇവിടെ ഹോട്ടലിലെത്തി. ഇവിടെ ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കണേണ് അല്ലേ? എല്ലാരും ടയർഡായോ? നോ ടയർഡായോ? ഞാൻ അങ്ങനെയൊന്നും പെട്ടെന്ന് ടയർഡാവില്ലേ? ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കും. ഗൈസ്, അങ്ങനെ ഞങ്ങള് റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, സമാധാനമായി. മഷി വന്നപ്പോൾ തന്നെ കൊച്ചിന് ഫുഡ് കൊടുക്കാനുള്ള ഏർപ്പാടിലാണ്, പരിപാടിയിലാണ് അല്ലേ? കുറുക്കൊണ്ടിരിക്കുന്നത്. എബ്രോ ഇവിടെ നിന്നിട്ട് ബാൽക്കണി വ്യൂ കാണാനൊക്കെ, താഴത്തെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കാണും, കുളിസിക്കാണ്. ആഹാ, ഇവിടെ നോക്കിയാ കിട്ടില്ല വ്യൂ കേട്ടോ. അതൊക്കെ വൈഡ് ലെൻസിൽ ഭയങ്കര രസമായിട്ട് കാണാനുണ്ട്. ഞങ്ങൾ 10ാമത്തെ നിലയിലാണ്, 10th ഫ്ലോർ. ഇത് 18, 19 ഫ്ലോർ ഉണ്ട്. നമ്മുടെ റമദ സന്തോഷായി. എന്താന്നറിയോ, ഇന്ത്യൻ ഫുഡ് ഉണ്ട്. അതെ അതെ അതെ, ഇന്ത്യൻ സ്റ്റാർട്ടേഴ്സ് മെയിൻ, തായ് ഉണ്ട്, ഉണ്ട്, ബേസിക്ക് വേണ്ടതുണ്ട്, ഇന്ത്യൻ മസാല ടീ. പിന്നെ അല്ലാണ്ട് എന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ എത്ര ദിവസം എന്ന് പറയാം നല്ലൊരു ചായ കുടിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് 2 റൂമാണ് നമ്മള് എവിടെ ചെന്നാലും എടുക്കുന്നത് പോലെ കണക്റ്റഡ് റൂമാണ്. റൂമ് എന്താണ്, 2 റൂമിൽ നിന്നും നല്ല വ്യൂ ഉണ്ട്, സെയിം വ്യൂ, അടിപൊളി. ഇവരെന്തേ ടോയ്ലറ്റിലേക്ക് വന്നിരിക്കണ്? നീ ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നാണോ? ഇതാണ് ടോയ്ലറ്റ് എന്ന് കാണിക്കാൻ. കുഴപ്പമില്ല, ടോയ്ലറ്റൊക്കെ നീറ്റാ.
ഒന്നും പറയണ്ട ഗൈസ്, നല്ല ക്ഷീണമുണ്ട് അല്ലേ? Very much I want Indian food. അത് കഴിച്ചോ? നിങ്ങൾ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോ മെനു കൊടുത്തിട്ട്? വേണ്ടൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിക്കോ. ഫുഡ് കഴിച്ച് ക്ഷീണം പറ്റൂ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നാ എന്നാ പോ. ആ ഫുഡ് ചെയ്യണ്ട. അതാ ഞാൻ വേണ്ട. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അകത്തേക്ക് കയറില്ല. ആ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിന്ന് കഴിച്ചോ. ആ ഓർഡർ ഇടും. ഗൈസ് അങ്ങനെ ഞങ്ങള് റൂമിൽ പോയി. അവിടെ മഷു കൊച്ചിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കണ്. അപ്പൊ മഷു പറഞ്ഞു നിങ്ങൾ ആദ്യം ഒന്ന് പുറത്തു പോയിട്ടൊക്കെ കറങ്ങിയിട്ടൊക്കെ വാ. നിങ്ങൾക്ക് ഇവർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് വന്നോന്ന് ഭയങ്കര ആഗ്രഹം അല്ലേ? അപ്പൊ പുറത്തിറങ്ങിട്ട് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ മഷു കുറച്ചേരം കൊച്ചിനായിട്ട് കുറച്ചേരം ഫുഡൊക്കെ കൊടുത്ത് റിലാക്സ് ചെയ്യട്ടെന്ന്. അപ്പൊ സുനുവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ കടുംപിടുത്തം പുറത്ത് പോകണം, പുറത്ത് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണണം, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നൊക്കെ. മഷുവിന് വേണ്ടിയുള്ളത് അവിടെ റൂമിലേക്ക് തന്നെ റമദയുടെ ഫുഡ് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ബാങ്കോക്ക് കാഴ്ചകൾ കാണാം. ഇവിടെയൊക്കെ കയറി ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം. മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം. പിന്നെ വേറെന്തോ ഇലയിലെന്തോ സ്പെഷ്യൽ എന്തോ ഉണ്ട്. മന്നയ്ക്ക് മാംഗോ സ്റ്റിക്കി റൈസ് വേണോ അല്ലേ? സുനുവൊക്കെ അതിൻ്റെ മെയിനാണ്. അവർക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഷോപ്പേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു, തുറന്നിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, മന്നൊക്കെ വാങ്ങിക്കാമല്ലോ. ഇപ്പുറത്തും എന്തൊക്കെയോ പൊരിക്കുന്നുണ്ട്. നല്ല മണമുണ്ട്. ആ ഒരു സ്മെല്ല് കൊള്ളാം അല്ലേ സുനു? എന്തൊക്കെയോ മറ്റേ നൂഡിൽസ് പോലത്തെ സംഭവല്ലേ? എന്താണ്? റൈസ് വെർമിസെല്ലി, എഗ് നൂഡിൽസ്, ഗ്ലാസ് നൂഡിൽസ്, എന്തോ നൂഡിൽസ് ഒക്കെ ഉണ്ട്. പോർക്ക്, ബ്രേസ്ഡ് പോർക്ക്, അങ്ങനെയുണ്ട്. അന്ന് എനിക്ക് മറ്റേ ചെറു ഫ്രൈഡ് ചിക്കൻ അതെന്താ അന്ന് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എങ്ങോട്ട് പോകണം? ആ സൈഡിലേക്ക് പോകണോ അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്ക് പോകണോ? പറയൂ. ആ സൈഡിലേക്ക് പോകാം അല്ലേ? എന്നാ പോ. ഇവർക്ക് മെയിനായിട്ട് കുറച്ച് നടന്ന് ഇവിടെ കാണാൻ വേണ്ടിയാ. ഫുഡ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ടലുണ്ട്, ഫുഡ് കഴിക്കണ തൊട്ടടിയിലുണ്ട്, അവിടെ ആയിട്ട് വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ആഗ്രഹമല്ലേ കാണാൻ. തായ് ഡ്രസ്സുകൾ നിങ്ങളുടെ 7-Eleven. ആ നിങ്ങളുടെ മെയിൻ ഷോപ്പ് താഴത്ത് തന്നെ ഉണ്ട്. ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഉണ്ട്. മറ്റേ ടേസ്റ്റ് ഓഫ് ഇന്ത്യ അവരുടെ റെസിപ്പിയുടെ സംഭവങ്ങളും ഉണ്ട്. ആ മനസ്സിലായി. ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ആ അപ്പൊ അവരുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? ഇന്ത്യ ഫുഡും ആയില്ലേ? അത് നോട്ടഡ്. 7-Eleven എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം ഇതിനടുത്ത്? ഇതിൻ്റെ ഉള്ളിൽ കയറണോ? ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കണോ അല്ലെങ്കിൽ പോയിരുന്ന് കഴിച്ചാൽ മതിയോ? ഓക്കെ, ബാങ്കോക്ക് ബർഗർ ഉണ്ട് കേട്ടോ. ബാങ്കോക്ക് ബർഗർ. അതിനകത്ത് ബീഫിൻ്റെ ഉണ്ട് കേട്ടോ. ബീഫ് നോക്കിയാൽ ചിക്കൻ, വീഗൻ, ബീഫ്, ലാം കബാബ്, എല്ലാ സംഭവം ഉണ്ട്. പിന്നെ ഒരുപാട് മസാജ് സെന്ററുകൾ ഉണ്ട്. സോനു, നിനക്കൊക്കെ മസാജ് ചെയ്യണ്ടോ ഒരു ദിവസം? പോണതിന് മുമ്പ് മസാജ് ചെയ്യണ്ടേ? അതെ, ഫേമസ്
ഫോർമോസ് ആൻഡ് ദോശ 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 കിങ്. എവിടെ പറഞ്ഞാൽ നമ്മളെ കറങ്ങത്തിരിഞ്ഞ് റമദയുടെ ഫ്രണ്ടിൽ തന്നെ വന്നത്. അതെ, ഇതും ഒരു റെസ്റ്റോറൻറ്റും ബാറും എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള സംഭവം. പക്ഷെ നല്ല വൈബുണ്ട്, നല്ല ചെയറൊക്കെ അടിപൊളിയാണ്, സീറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. നിനക്ക് വെജ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഒരു പഞ്ചാബ് വെജ് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ വേണമെങ്കിൽ അവിടെ കയറാം. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഒരു റൗണ്ട് അടിച്ച് ഒരു റൗണ്ട് കൂടെ അടിക്കാൻ വേണ്ടി വരുന്നത്. ദോശ കിങ് നമ്മൾ നേരത്തെ കണ്ടില്ല, അതിന്റെ എൻട്രൻസ് ആണത്. ഏത് ആ പാനിപ്പൂരി കഴിക്കേണ്ടവർക്ക് പാനിപ്പൂരി. ഇവിടെ കയറാം അല്ലേ. ദം ഹന്തി ബിരിയാണി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. താങ്ക് യു.
ഇവിടുന്ന് പൊറോട്ടയും ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വന്നു. കുഴപ്പമില്ല, അവറേജ് ഫുഡ് എന്ന് തന്നെ പറയാം അല്ലേ. അത്ര വലിയ ടേസ്റ്റ് ഒന്നുമല്ല, അവറേജ് ഫുഡ്. ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഭക്ഷണം എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണിച്ച മാംഗോ സ്റ്റിക്കി റൈസ് ഇവർ ഒരു ദിവസം പോയി വന്നിട്ട് ഒരു ദിവസം പോലും കഴിക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ ദിവസവും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ പാർസൽ പോയതുണ്ട്. അപ്പോൾ ഇന്നും 5 എണ്ണം പാർസൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്. 2 എണ്ണം സുലൂന്, ഒന്നെനിക്ക് സൈഗൂന് മഷൂർ. അവരെടുത്തോണ്ടിരിക്കണ്ട് ടേക്കവേയാണ് പറഞ്ഞേക്കണം. ഓക്കെ, അതായത് ഇതൊരു ഡെസേർട്ടാണ്, അതുകൊണ്ടിട്ട് അവർ റൈസ് വളരെ കുറച്ചായിരിക്കും ഇടുന്നത്. മാംഗോ ആയിരിക്കും കൂടുതൽ കട്ട് ചെയ്ത് വെക്കണത്. അപ്പോൾ ഇന്ന് സുനു പ്രത്യേകം പറയണമായിരുന്നു കുറച്ച് റൈസ് കൂടുതൽ ഇടിപ്പിക്കണോ. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇടിപ്പിക്കാം. അത് കൊള്ളാം. പോയിന്റ് പുള്ളിക്കാരി ഭയങ്കര എക്സ്പേർട്ട് ആണെന്ന് മാംഗോ സ്റ്റിക്ക് റൈസിന്റെ. കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് എടുത്ത് നോക്കി. മാംഗോ സ്റ്റിക്ക് റൈസിന്റെ മെയിൻ ഐറ്റം ഇതാണ്, തേങ്ങാപ്പാല്. അത് വേണം, അതില്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന സാധനമാണത്. സ്റ്റിക്ക് റൈസ് വാങ്ങിക്കാൻ കിട്ടും. ബോയിലാക്കി ബോയിൽഡ് കിട്ടും. അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. വീട്ടിൽ ചെന്നിട്ട് ഇതെന്തായാലും ഓർമ്മ വരുമല്ലോ, അപ്പൊ ഉണ്ടാക്കി നോക്കാം. മറ്റേ മൂന്താലും ചിലവര് മൂന്താല് ഉണ്ടാവൂല. മൂന്താല് സെപ്പറേറ്റ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, മാംഗോ സ്റ്റിക്കി റൈസിന്റെ മെയിൻ ഐറ്റം മാംഗോ. അത് കട്ട് ചെയ്ത് ഇങ്ങനെ അതെ സ്ലൈസ് പീസ് ആയിട്ട് വെക്കുന്നുണ്ട്. കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ഒരാൾക്ക് കഴിച്ച്. അതെ, നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങള് മാംഗോ സ്റ്റിക്ക് റൈസ് എല്ലാം പാർസലൊക്കെ വാങ്ങിച്ചു. തിരിച്ചത് ലിഫ്റ്റിൽ കയറി, ലിഫ്റ്റിലാണ്. അപ്പൊ ഇപ്പൊ തന്നെ നേരെ റൂമിലേക്ക് എത്തും. ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അല്ലെ, നമുക്ക് അതിന്റെ കൊടുക്കാവുന്നുള്ളൂ ഇൻഷാല്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബാങ്കോക്ക് വിശേഷങ്ങളുമായിട്ട് അല്ലെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുവരെ ബൈ ബൈ.